ഹലോ എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് ലോയ്സ് ആണ് ഡബ്ല്യൻ മല്ലു വേൾഡിൽ നിന്ന്. ഇന്നൊരു കൃപാസന വീഡിയോ ആണ് കേട്ടോ. അപ്പം റീസെൻ്റ് ആയിട്ട് കുറേ മെമ്പേഴ്സ് നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ആയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമാണ്. അപ്പം അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യണം. അതുപോലെ ഓളൊന്ന് ആക്ടിവേറ്റ് ആക്കി വെക്കണം. അപ്പം നമുക്ക് ഇനിയുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൃപാസനമായിട്ടുള്ളവയെ സംബന്ധിച്ചുള്ള വീഡിയോ കുറേ പേര് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന വീഡിയോ സെഷനാണ്. സോ ഒത്തിരി ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. അപ്പം ഇന്ന് ചോദിച്ചിരുന്നൊരു ഹിന്ദു മത സമുദായത്തിൽപ്പെട്ട ഒരു ചേച്ചി ചോദിച്ചൊരു ഡൗട്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉടമ്പടി നമുക്കറിയാം. ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഇപ്പം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഒത്തിരി പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഒത്തിരി പേര് ഉടമ്പടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതാവിനോടുള്ള ഭക്തി ഒത്തിരി കാണിക്കുന്ന ഒരു ആൾക്കാരാണ് ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങളും സഹോദരികളൊക്കെ. അപ്പം അവർ ചോദിച്ചൊരു ഡൗട്ട് ഇതായിരുന്നു. അവരുടെ ഒരു സമുദായത്തിൽ നമുക്കറിയാം ഹിന്ദു പരമായിട്ടുള്ള ആചാരങ്ങളിൽ ഇപ്പം മെൻസസോ പീരീഡൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർ സാധാരണ ആ ഒരു സമയത്ത് കുറച്ച് റെസ്റ്റ് എടുക്കുകയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നതായിട്ട് ഞാൻ സാധാരണ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് കൃപാസന ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് പീരീഡോ മെൻസസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാവോ, എന്താണ് അത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം കുറേ പേർക്കെങ്കിലും കൺസേൺ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതല്ലേ. പക്ഷെ നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ ആക്ച്വലി ഇപ്പം മെൻസസ് എന്നുള്ള ഒരു കാര്യം അത് ജസ്റ്റ് ഒരു നോർമൽ നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് പ്രത്യേകിച്ചൊരു മാറ്റി നിർത്തലോ അല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ ഒന്നുമില്ല അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയിലോ കാര്യങ്ങളോ ഒന്നും. അത് സ്ത്രീകൾക്ക് സംഭവിക്കുന്ന സാധാ ഒരു കാര്യമാണ് ആയിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ അറ്റൻഷനോ ഒന്നും ആവശ്യമുള്ള ഒരു ഏരിയ തന്നെയല്ല. സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതല്ലേ. അതിലൊരു പ്രത്യേകത ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സമയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് ഒരു തടസ്സങ്ങളും ഇല്ല. നിങ്ങൾക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവാം. അതുപോലെ തന്നെ പുള്ളിക്കാരി ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇപ്പം രാവിലെ സമയങ്ങളിൽ ചില സമയങ്ങളിൽ ഉറങ്ങിപ്പോകും. മീൻസ് കറക്റ്റ് 5:30 എണീച്ച് പ്രാർത്ഥിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 5:30ക്കും വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു രീതി. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം പാലിക്കുക. ബിക്കോസ് ആ ടൈം പാലിച്ചുകൊണ്ട് പ്രാർത്ഥന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ ക്ലാസ്സിലെടുത്ത സമയത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പം നമ്മൾക്ക് ഒരു 5:30 എന്നുള്ള സമയത്ത് ഇപ്പം നമുക്ക് ഇപ്പം എന്താ പറയുക, 5:30ക്ക് നമുക്ക് വേറെ ഒരു രാവിലെ ഒരു കാര്യത്തിന് വേണ്ടി നേരത്തെ എണീച്ച് പോകണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ നമുക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പോവാം എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാതെ പ്രാർത്ഥന മുടക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥന എല്ലാ ദിവസവും ടൈം മാറി ചെല്ലുകയോ ചെയ്യരുത്. ബിക്കോസ് ആ ഒരു പ്രാർത്ഥന അങ്ങനെയാണ്. 5:30ക്ക് എണീച്ച് തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണത് അല്ലേ. അപ്പം നമുക്ക് അതിനൊരു മാറ്റം വരുത്താനും പറ്റത്തില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനം ഉറച്ചതായിരിക്കണം. ഞാൻ എല്ലാ ദിവസവും 5:30ക്ക് എണീച്ച് പ്രാർത്ഥിക്കും എന്ന് നമുക്ക് ഒരു മനസ്സിലൊരു തീരുമാനം, ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരും തെറ്റിക്കത്തില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമ്മളെടുക്കുന്ന സഹനങ്ങൾ, ഇപ്പം നമ്മൾ രാവിലെ എണീച്ച് ഇപ്പം വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ച് ഭക്ഷണം ഉണ്ടാക്കേണ്ടവർ കാണും, ഹസ്ബൻഡിനെ നേരത്തെ പറഞ്ഞു വിടേണ്ടവർ കാണും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളോടെ ആയിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി നമ്മളെടുക്കുന്ന ആ സഹനം നിങ്ങൾക്ക് വലിയൊരു അനുഭവമായി തീരും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ എടുക്കുന്നവരുടെയൊക്കെ ഒരു വിശ്വാസം അത് തന്നെയാണ്. അപ്പം നമ്മൾ ടൈം പാലിച്ചുകൊണ്ട് തന്നെ കൃപാസന ഉടമ്പടിയുടെ പ്രാർത്ഥനകളൊക്കെ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഉടമ്പടിയിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലാതെ ടൈം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും 5:30 കഴിഞ്ഞ് പ്രാർത്ഥന ഇല്ലെന്ന രീതി ഒഴിവാക്കുക. അത് നമ്മുടെ ഒരു എന്താ കാണിക്കുന്നത്, നമ്മുടെ ഒരു അലസമായിട്ടൊരു കാര്യത്തെയാണ് കാണിക്കുന്നത് അത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ തിരിച്ച് നേരെ ട്രാക്കിലേക്ക് തന്നെ വരിക. ഒരു ദിവസമൊക്കെ നമ്മൾ ടൈം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെല്ലുന്നതിന് ഉടമ്പടിയിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല. പക്ഷെ പ്രത്യേകം ഓർക്കുക, നമ്മൾ പിന്നെയുള്ള സമയങ്ങളിൽ ഉടമ്പടി ടൈം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഉടമ്പടിയോട് ഒരു 100% നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ നിയോഗങ്ങളിൽ സാധിക്കുന്നതിലുപരി ആ ഒരു ഉടമ്പടി എന്ന് പറയുന്ന കാര്യം വലിയൊരു അനുഭവമായി മാറി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സക്സസ് വന്ന് നമ്മുടെ നിയമങ്ങളെ സാധിച്ചെടുക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ.
അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചോദിച്ച 2 ഡൗട്ടുകളും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. കൃപാസന മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്ക് ഒരു വലിയ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. കൃപാസനം ഒരു അനുഗ്രഹവും 24/7 പ്രാർത്ഥന എന്ന് പറഞ്ഞ വലിയൊരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മോർ ദാൻ 100 മെമ്പേഴ്സ് നമുക്കായിട്ടുണ്ട്. ഒത്തിരി ആക്റ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഒത്തിരി പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഇൻറ്റൻഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാതാവിനെ വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ മാതാവിനോട് ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൃപാസന മാതാവിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവാം. ജോയിൻ ആവേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8921958862 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് വിടാം. അപ്പോൾ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ജോയിൻ ആവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വലിയ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരു ഹാപ്പി ഡേ ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്നായി വരട്ടെ. ഓക്കെ, താങ്ക് യു. ബൈ.